വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. പാലക്കാട് മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടി. പ്രദേശത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. രണ്ടിടത്ത് മണ്ണിടിഞ്ഞ് 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സാജിദ്, സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തമായ മഴ, അതായത് നിർത്താതെയുള്ള മഴ തുടരുകയാണ് എന്ന് തന്നെ ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഈ മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണോ? അത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പരിശ അതിതീവ്രമായ മഴയാണ് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്. രാത്രി 10 മണിക്ക് ശേഷവും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അനിയന്ത്രിതമായ വെള്ളമാണ് സമീപത്തെ തോടുകളിലൂടെയും പുഴയിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മംഗലം ഡാം തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും മംഗലം ഡാം തുറക്കുകയും ചെയ്തിട്ടുണ്ട്. മംഗലം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടിയത് കൊണ്ട് തന്നെ വലിയ തോതിൽ ഡാമിലേക്ക് വെള്ളം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും കാത്തു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അതൊരു പ്രതിസന്ധിയാകും എന്ന് കണ്ടാണ് ഈ രാത്രിയിൽ തന്നെ മംഗലം ഡാം തുറന്നിരിക്കുന്നത്. മംഗലം ഡാമിൻ്റെ ഈ പുഴ പോകുന്ന പ്രദേശങ്ങളിലും കനാൽ പോകുന്ന പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മംഗലം ഡാമിൽ ഉരുൾപൊട്ടിയത് ഈ വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ നിലവിൽ ആളുകൾക്കൊന്നും പ്രതിസന്ധിയില്ല. പക്ഷേ ചില ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞ് പല കുടുംബങ്ങളും ഒറ്റപ്പെട്ട സാഹചര്യമുണ്ട്. അങ്ങോട്ട് ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ എത്തുകയും ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഓഡിറ്റോറിയങ്ങളിലേക്കും അതുപോലെ തന്നെ പള്ളികളിലേക്കും മറ്റും മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അത്തരം ആളുകൾ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. മീങ്കര ഡാം നാളെ തുറക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീങ്കര ഡാമിന്റെ പരമാവധി സംഭരണത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗായത്രി പുഴ ഉൾപ്പെടെയുള്ള പുഴകളുടെ തീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കേണ്ടി വരും. പാലക്കാട് മാത്രമല്ല മഴയുള്ളത്, മലപ്പുറത്ത് അതിശക്തമായ മഴ, പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. 88 മില്ലിമീറ്റർ മഴ വരെയാണ് ഈ വൈകുന്നേരം 7 മണി വരെ നിലമ്പൂർ മേഖലയിൽ ലഭിച്ചത്. നിലമ്പൂരിൽ രാവിലെ ഒരു പാലക്കാട് ജില്ലയിലും മലപ്പുറത്തുമൊക്കെ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. രണ്ടിടത്ത് മണ്ണിടിഞ്ഞ് 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും മംഗലം ഡാമിന്റെ ഷട്ടറുകളെല്ലാം ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് സാജിദ് അജ്മൽ.